നമസ്കാരം. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പല വിധത്തിലുണ്ടാവില്ല. നമ്മളപ്പോൾ ചെയ്യേണ്ടത് സത്യത്തിൽ ആഗ്രഹങ്ങൾ ടാർഗറ്റ് ചെയ്യുക. ടാർഗറ്റ് ചെയ്തിട്ട് അതങ്ങോട്ട് ദൈവത്തിലേക്ക് വിട്ടുകളയാം. ദൈവത്തിനോടുള്ളൊരു ബന്ധം, അടുപ്പം കൂട്ടിക്കൊണ്ടുവരിക ഉള്ളതിനേക്കാൾ. കാരണം ഇത് പറയാൻ കാരണം നമ്മൾ സത്യത്തിൽ നമ്മളുടെ ഒരു ജീവിതത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതും അത് അകന്നുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മുടെ കയ്യിലാണ് എന്നുള്ള ഇമാജിനേഷനും ആ ഒരു റിയാലിറ്റി ഫീൽ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് മനസ്സിലുള്ളത് വിട്ടു പോകണമെങ്കിൽ, നമുക്കത് ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ നിന്ന് വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. വിട്ട് കളയണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിട്ട് കളയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കിട്ടുന്നതായിട്ട് നമ്മൾ വിചാരിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിന് ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ നമ്മൾ ആ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തു, മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ മനസ്സിൽ അതിനെപ്പറ്റി ഓർമ്മ വരികയാണെങ്കിൽ നമ്മൾ അതിലായിരിക്കുന്നു. ഇപ്പൊ നമുക്കൊരു മോതിരത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു മോതിരം നമുക്ക് വേണം, സ്വർണ്ണ മോതിരം വേണം. അപ്പൊ നമ്മൾ വിചാരിക്കുക നമ്മുടെ കയ്യിലത് ഇട്ടിരിക്കുന്നു, ആ സ്വർണ്ണ മോതിരം, ഗോൾഡ് റിങ് നമ്മൾ ഇട്ടിരിക്കുന്നു. അപ്പൊ നമ്മളത് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ജസ്റ്റ് അത് നമ്മുടെ കയ്യിൽ കിടക്കുന്നു എന്ന് വിചാരിച്ചില്ല. സത്യത്തിൽ നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് പാടില്ല എന്നാണ്. അങ്ങനൊരു നിയമം സത്യത്തിൽ നമുക്കുണ്ട്. അത് ടാർഗറ്റ് ചെയ്യുക, എന്നിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അതേസമയം ഇമാജിനേഷൻ പവർ ഇതേപോലെ ചെയ്യാം. നമ്മൾക്കത് കിട്ടിക്കഴിഞ്ഞു, നമ്മൾ അതേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എന്താന്ന് വെച്ചാല് റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹങ്ങൾ പാടില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതോറും കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും അത് നേടിയെടുക്കാൻ വേണ്ടി. അപ്പോ അതിൻ്റെ ഒരു അനുഭവം ആണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു നിയമം തന്നെ ഇതാണ്. നമ്മൾ അതിലായിരിക്കുക, നമ്മളായിരിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ഈ പറഞ്ഞ മോതിരത്തിന്റെ എക്സാമ്പിൾ തന്നെ, നമ്മൾ ആ മോതിരം അണിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കാം. അത് മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഇമാജിനേഷനും കൂടി പവർഫുള്ളായിട്ട് ക്ലാരിറ്റിയോടുകൂടി ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടാതിരിക്കുക. വളരെ എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.